ഒരിക്കലും തിരുത്താൻ കഴിയില്ലെന്ന് ജനങ്ങൾ. ഈ ഭരണത്തിനെതിരെ LDF ഘടകകക്ഷിയിലും CPMലും അതൃപ്തി ശക്തമാകുന്നു. ഭരണ നേതൃമാറ്റം ആവശ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പടുതോൽവിയിൽ CPI ജില്ലാ കമ്മിറ്റികളിൽ ശക്തമായ എതിർപ്പാണ് ഉയർന്നത്. മുഖ്യമന്ത്രിയുടെ പല നിലപാടുകളും ജനങ്ങളിൽ വലിയ തോതിൽ അതൃപ്തി ഉണ്ടാക്കുകയാണ് ഉണ്ടായത്. നവകേരള സദസ്സും തിരഞ്ഞെടുപ്പ് സമയത്തുള്ള മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയടക്കം ആഭ്യന്തര വകുപ്പിൻ്റെ പേരിലും ജനങ്ങൾക്ക് കടുത്ത അതൃപ്തി ഉണ്ടാക്കി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം CPMൻ്റെ ഓരോ നിലപാടുകളും തിരിച്ചടിയാവുകയായിരുന്നു. ഭരണവിരുദ്ധ വികാരം വ്യാപകമായി. ജനങ്ങളെ ഇടതുപക്ഷത്തിൽ നിന്നും അകറ്റി. അത് തിരിച്ചറിയുന്നതിൽ അമ്പേ പരാജയപ്പെട്ടുവെന്നും അമിത ആത്മവിശ്വാസം വിനയായെന്നും കാണുന്നു. 2019 രാഹുൽ പ്രധാനമന്ത്രിയാകുമെന്നും ശബരിമല വിഷയവും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചതിലാണ് ഒരു സീറ്റിൽ ഒതുങ്ങിയത്. എന്നാൽ 2024 തെരഞ്ഞെടുപ്പിലും അത് ഉണ്ടാവില്ല എന്ന ഉത്തമ വിശ്വാസം പാർട്ടി വെച്ച് പുലർത്തിയിരുന്നു. പക്ഷേ ഈ തിരഞ്ഞെടുപ്പിലും അതേ നിലപാട് തുടരുകയും കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇതിൻ്റെ കാരണം മുഖ്യമന്ത്രിയുടെ ശൈലിയും ഭരണവിരുദ്ധ വികാരവുമാണെന്ന് പ്രധാന ഘടകകക്ഷിയായ CPIക്കും CPMലെ ചില ജില്ലകളിലെ സെക്രട്ടേറിയറ്റിലും വിമർശനങ്ങൾ ഉയർന്നു. ഇപ്പോഴത്തെ മനു തോമസിൻ്റെ വെളിപ്പെടുത്തലുകളും കാഫിർ പ്രശ്നങ്ങളും അതിനു പുറമെ കരുവന്നൂർ ബാങ്ക് മറ്റു ചില ബാങ്കുകളിലും സമാനമായ വിവാദങ്ങൾ പുറത്തു വരുന്നതും പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണെന്ന് പാർട്ടി അണികളിലും പ്രവർത്തകരിലും അതൃപ്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭരണവിരുദ്ധ വികാരത്തിന് ഒരു കാരണം മാത്രമല്ല, പല കാരണങ്ങളും ഉണ്ടായി എന്നും കാണുന്നു. പെൻഷൻ, സപ്ലൈകോ തുടങ്ങിയ അനവധി കാര്യങ്ങൾ പ്രതികൂലമായി ബാധിക്കാനിടയാക്കി. ഇപ്പോൾ CPI നേതാവ് ബിനോയ് വിശ്വവും അതൃപ്തി പരസ്യമാക്കി. ഇടതുപക്ഷത്തിൻ്റെ രക്ഷക വേഷം കെട്ടുന്നവർ അധോലോകത്തിൻ്റെ കാര്യസ്ഥരാണായി കാണുന്നു. കണ്ണൂരിലെ വാർത്തകൾ ചെങ്കൊടിക്ക് അപമാനകരമെന്നും പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിൽ ഇടതുപക്ഷ വേഷം കെട്ടുന്നവർ അധോലോകത്തിൻ്റെ കാര്യസ്ഥന്മാരാണെന്ന അറിവ് പൊറുക്കാവുന്നതല്ല. പ്രസ്ഥാനത്തിൻ്റെ തിരിച്ചടികളിൽ ഇത്തരക്കാരുടെ പങ്ക് ചെറുതുമല്ല. അവർക്ക് മാപ്പില്ലെന്ന് പ്രഖ്യാപിക്കാനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങളുടെ വികാരങ്ങളുടെയും വിശ്വാസ്യതകളുടെയും CPI മാനിക്കുന്നുവെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കുന്നു. തിരുത്തലും ശൈലി മാറ്റവും വേണമെന്ന് ആരൊക്കെ പറഞ്ഞാലും അതൊന്നും നടപ്പിലാക്കാൻ പോകുന്നില്ലെന്ന് ജനങ്ങൾക്ക് നല്ലപോലെ അറിയുമെന്ന് CPMന് കടുത്ത അഗ്നിപരീക്ഷയാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു. ഇത്രയും ഗുരുതരമായ അവസ്ഥയിലായി ബംഗാളും ത്രിപുരയും ഇവിടെയും ആവർത്തിക്കാൻ പാടില്ല, അതിന് വഴിയൊരുക്കരുതെന്ന് കേന്ദ്ര നേതൃത്വവും ഇപ്പോൾ ആഗ്രഹിക്കുന്നു. അതിനാലാണ് ഇതുവരെ പിണറായിയെ സംരക്ഷിച്ചു വന്നതിൻ്റെ നേതൃത്വത്തിൻ്റെ നിലപാട് മാറ്റേണ്ടി വരുമെന്നും ഈ വിധത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാട് നേതൃത്വത്തിനും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നതായും വന്നിരിക്കുന്നു. പാലക്കാട് മണ്ഡലം കുളിപ്പിച്ച് ഇല്ലാതാക്കും, കുളങ്കരയ്ക്ക് പരുന്തിന് കൊടുക്കുമെന്ന് കോൺഗ്രസ് അനുഭാവികൾ. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികളെ പറ്റിയുള്ള ചർച്ചകൾ സജീവമായി നടക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുമെന്ന് ഷാഫി പറമ്പിലും മാധ്യമ ചാനലുകളിലും വാർത്തകൾ ഇടം പിടിച്ചിരുന്നു. അതറിഞ്ഞ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ UDF പ്രവർത്തകരും കോൺഗ്രസിലെ സ്നേഹിക്കുന്ന നിഷ്പക്ഷരും അനുഭാവികളും മാങ്കൂട്ടത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചപ്പോഴാണ് പാലക്കാട് DCCയിൽ പ്രശ്നങ്ങളുണ്ടായത്. തങ്കപ്പൻ, VT ബൽറാം, സുമേഷ് അച്യുതൻ, രാജേഷ് എന്നിവരുടെ പേരുകൾ പുറത്തു വന്നത്. എന്നാൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും DCCയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ഭിന്നാഭിപ്രായത്തിൽ KPCC പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഹൈക്കമാൻഡിൻ്റെ അഭിപ്രായവും കൂടി പരിഗണിച്ചായിരിക്കും അന്തിമ തീരുമാനം വരികയെന്ന് വേണം മനസ്സിലാക്കാൻ.
പക്ഷേ വോട്ടർമാർ കാണുന്നത് ഷാഫിയുടെ പ്രവർത്തനങ്ങളും അസംബ്ലിയിലെ പെർഫോമൻസും തുടരാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ കഴിയൂ എന്നും വിലയിരുത്തുന്നു. ചില MLA-മാരുടെ പെർഫോമൻസ് കേരള അസംബ്ലിയിൽ നടക്കുന്നത് ജനങ്ങൾ കാണുന്നതാണ്. അസംബ്ലിയിൽ ചില MLA-മാർ അസംബ്ലിയിൽ ഉള്ള വിവരം പോലും അറിയാതെ പോകുന്നതായി ജനങ്ങൾ വിലയിരുത്തുന്നു. CPM പാർട്ടി ഗ്രാമങ്ങളിൽ കൂടുതൽ സ്വാധീനം ഉറപ്പിക്കാൻ നീക്കം. ഏകോപന ചുമതല PK കൃഷ്ണദാസിന്. മലബാറിലെ മണ്ഡലങ്ങളിൽ BJPയുടെ അടിത്തറ ഉറപ്പിക്കാനും ഇപ്പോൾ കിട്ടിയ വോട്ടുകൾ നിലനിർത്താനുമാണ് നീക്കം. CPM പാർട്ടി ഗ്രാമങ്ങളിലേക്ക് കടന്നുകയറി പ്രവർത്തിക്കാനുള്ള കർമ്മ പദ്ധതികളുമായി BJP. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ൽ നിന്ന് BJPക്ക് ലഭിച്ച വോട്ടുകൾ നിലനിർത്താനാണ് നീക്കം. ഉദുമ, തൃക്കരിപ്പൂർ, പയ്യന്നൂർ, ധർമ്മടം, തളിപ്പറമ്പ് അടക്കമുള്ള സ്ഥലങ്ങളും കൂടുതൽ ഭാഗങ്ങളിലേക്കും വ്യാപിപ്പിക്കാനും CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിലെ പല ബൂത്തുകളിലും BJPക്ക് കൂടിയത് 4 ഇരട്ടി വോട്ടുകളാണ്. CPM നേതൃത്വത്തിലെ ആഭ്യന്തര പ്രശ്നങ്ങളും അണികൾക്ക് പാർട്ടിയോടും ഭരണത്തോടുമുള്ള അതൃപ്തിയും മുതലെടുക്കാനാണ് BJPയുടെ അണിയറ നീക്കം. കനത്ത തോൽവിക്ക് പിന്നാലെ CPM-ൽ ഉണ്ടായിരുന്ന പൊട്ടിത്തെറി കോൺഗ്രസിൽ ഗുണം ചെയ്യാൻ സാധ്യതയുള്ളതായും അവർ കാണുന്നു. അത് ഒഴിവാക്കാൻ ആവശ്യമായ നടപടിയിൽ രൂപം നൽകാനും അത്തരം കാര്യങ്ങൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകാൻ PK കൃഷ്ണദാസിനെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. BJPയുടെ ഈ നീക്കം CPM-നുള്ളിൽ ഭീഷണി ഉയർത്താൻ കഴിയുമെന്ന് തന്നെയാണ് നേതാക്കൾ വിലയിരുത്തുന്നത്.